4 ഘട്ടങ്ങളിലായി നടന്ന LDC പരീക്ഷയിലെ കറണ്ട് അഫയേഴ്സ് ഭാഗത്തു നിന്നും ചോദിച്ചുള്ള ക്വസ്റ്റ്യൻസും അതിന്റെ അനുബന്ധ ചോദ്യങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനുമായി ബന്ധമില്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്ന് പറയുന്നത് 1949 സ്ഥാപിതമായിട്ടുള്ളത്. 1949 സ്ഥാപിതമായി. 2 ഇതിന്റെ ആസ്ഥാനം ജനീവയാണ്. ഇതിൽ അവസാനമായി ചേർന്ന രാജ്യം സ്വീഡനാണ്. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ കാരണമായത് ഈ സംഘത്തിൽ ചൈനയുടെ അംഗത്വ പ്രവേശനമാണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ ആൻസർ എന്താണെന്ന് നോക്കാം. ആദ്യം എന്താണ് നാറ്റോ എന്നുള്ളത് നോക്കാം. യൂറോപ്പിൽ നിന്നും വടക്കേ അമേരിക്കയിൽ നിന്നും 12 രാജ്യങ്ങൾ ചേർന്ന് 1949 ഏപ്രിൽ 4 നാറ്റോ രൂപീകരിച്ചു. 1949 രൂപീകരിച്ചെന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ എ ശരിയാണ് അല്ലെ. ഓക്കെ, യൂറോപ്പിൽ നിന്നും വടക്കേ അമേരിക്കയിൽ നിന്നും 12 രാജ്യങ്ങൾ ചേർന്ന് 1949 ഏപ്രിൽ 4 നാറ്റോ രൂപീകരിച്ചത്. 32 രാജ്യങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. നിലവിലുള്ളത് 32 രാജ്യങ്ങളുണ്ട്. 12 രാജ്യങ്ങൾ എന്നുള്ളത് 32 രാജ്യങ്ങളായി മാറിയിട്ടുണ്ട്. 32ാമത്തെ രാജ്യമാണ് സ്വീഡൻ. അത് 2024 മാർച്ച് 7 അംഗമാകുന്നത്. ഏറ്റവും അവസാനമായിട്ട് അംഗമായത് ആരാണ്? സ്വീഡനാണ്. അത് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ടല്ലേ. ഇതിൽ അവസാനമായി ചേർന്ന രാജ്യം സ്വീഡനാണ്. അപ്പോൾ ഇതും ശരിയാണ്. 2023 ഏപ്രിലിൽ അംഗമായ രാജ്യമാണ് ഫിൻലൻഡ്. 2023 ഏപ്രിലിൽ അംഗമായത് ഫിൻലൻഡ്. ആസ്ഥാനം എന്ന് പറയുന്നത് ബ്രസൽസ്, ബെൽജിയം. ആസ്ഥാനം എവിടെയാണ്? ബ്രസൽസ്, ബെൽജിയം. ഇവിടെ തന്നിട്ടുള്ളത് ഇതിന്റെ ആസ്ഥാനത ജനീവയാണ് തന്നിട്ടുണ്ട്. അത് തെറ്റാണ് അല്ലെ. ഓക്കെ, ആസ്ഥാനം ബ്രസൽസ്, ബെൽജിയം ആണ്. ഇനി ഇതിൽ ഒരു ഓപ്ഷൻ കൊണ്ട് റഷ്യ യുക്രൈൻ യുദ്ധത്തിന് കാരണമായ ഈ സംഘടനയിൽ ചൈനയുടെ അംഗത്വ പ്രവേശനമാണ്. ഇതും തെറ്റാണ്. അപ്പോൾ താഴെ തന്നിരിക്കുന്നത് ബന്ധമില്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. അപ്പോൾ 2ഉം 4ഉമാണ് ബന്ധമില്ലാത്തത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ അല്ലെ. ഓക്കെ, അപ്പം നാറ്റോ എന്ന് പറയുന്നത് നാറ്റോ രൂപീകരിക്കുന്നത് 12 രാജ്യങ്ങൾ ചേർന്ന്, യൂറോപ്പിൽ നിന്നും വടക്കേ അമേരിക്കയിൽ നിന്നും 12 രാജ്യങ്ങൾ ചേർന്ന് 1949 ഏപ്രിൽ 4 രൂപീകരിക്കുന്നത്. ആസ്ഥാനം എന്ന് പറയുന്നത് ബ്രസൽസ് ആണ്. ഇതിൽ ഇപ്പോൾ നിലവിലുള്ള രാജ്യങ്ങളുടെ എണ്ണം 32 32ാമത്തെ രാജ്യം എന്ന് പറയുന്നത് സ്വീഡനാണ്. അത് 2024 മാർച്ച് 7 അംഗമാകുന്നത്. 2023 ഏപ്രിൽ അംഗമായ രാജ്യമാണ് ഫിൻലൻഡ്. അതേപോലെ തന്നെ 2024 ഏപ്രിലിൽ 75ാം വാർഷികം ആഘോഷിച്ചു. 2023 ഏപ്രിലിൽ 75ാമത്തെ വാർഷികം ആഘോഷിച്ചു നാറ്റോ. 75ാമത്തെ വാർഷികം ആഘോഷിച്ചെന്നാണ് 2024. പ്രത്യേകം ഓർത്തുവെക്കുക, 2024 നാറ്റോയുടെ 75ാം വാർഷികം ആഘോഷിച്ചത്. നാറ്റോ പോലെ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് G20. G20 എന്താണ്? ലോകത്തിൽ വ്യാവസായികമായി വികസിച്ചതും ഉയർന്നു വരുന്നതുമായ 20 പ്രമുഖ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് G20. ഇപ്പോൾ ലോകത്തിൽ വ്യാവസായികമായ വികസിച്ചതും ഉയർന്നു വരുന്നതുമായ 20 പ്രമുഖ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് G20. G20 രൂപീകരിച്ചത് 1999 സെപ്റ്റംബർ 26 രൂപീകരിച്ചത്. 1999 സെപ്റ്റംബർ 26 രൂപീകരിച്ചു. സ്ഥിരം ആസ്ഥാനമില്ല. അധ്യക്ഷ പദവി ഊഴമനുസരിച്ച് മാറി വരികയാണ് ചെയ്യുന്നത്. അപ്പൊ സ്ഥിരം ആസ്ഥാന പദവി ഇല്ല. അധ്യക്ഷ പദവി എന്താണ്? ഊഴമനുസരിച്ച് മാറി വരുന്നു. 2023 ഉച്ചകോടി നടന്നത് ന്യൂഡൽഹിയിലാണ്. പ്രത്യേകം ഓർത്ത് വയ്ക്കുക, 2023 ഉച്ചകോടി നടന്നത് ന്യൂഡൽഹി. 2023 സെപ്റ്റംബറിൽ G20 സ്ഥിര അംഗത്വം ലഭിച്ച സംഘടനയാണ് ആഫ്രിക്കൻ യൂണിയൻ. പ്രത്യേകം ഓർത്ത് വയ്ക്കുക, ആഫ്രിക്കൻ യൂണിയൻ 2023 സെപ്റ്റംബർ 20 സ്ഥിര അംഗത്വം ലഭിച്ച സംഘടനയാണ് ആഫ്രിക്കൻ യൂണിയൻ. നിലവിലെ അംഗസംഖ്യ എന്ന് പറയുന്നത് 21 മാറിയിട്ടുണ്ട് കേട്ടോ. 21ാമത്തെ G20 21ാമത്തെ അംഗമാണ് ആഫ്രിക്കൻ യൂണിയൻ. അംഗമായതെന്നാണ് 2023 സെപ്റ്റംബറിൽ കേട്ടോ. ഇനി 2023 നമുക്കറിയാം ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് നടന്നിട്ടുള്ളത്. ഈ G20യുടെ മുന്നോടിയായിട്ടുള്ള കുറച്ച് മീറ്റിംഗ് നടന്നിട്ടുണ്ട്. അതിൽ കേരളത്തിൽ നടന്നിട്ടുള്ളത് നോക്കാം. G20യുടെ ഭാഗമായിട്ട് 2ാം ഷെർപ്പ മീറ്റിംഗ് നടന്നിട്ടുള്ളത് കുമരകം. 2ാം ഷെർപ്പ മീറ്റിംഗ് കുമരകം. ആദ്യ ഹെൽപ്പ് വർക്കിംഗ് ഗ്രൂപ്പ് നടന്നിട്ടുള്ളത് തിരുവനന്തപുരം. മൂന്നാമത്തെ ഫ്രെയിം വർക്ക് വർക്കിംഗ് ഗ്രൂപ്പ് നടന്നിട്ടുള്ളത് കൊച്ചി. രണ്ടാമത് G20 എംപവർ മീറ്റിംഗ് നടന്നിട്ടുള്ളത് തിരുവനന്തപുരം. എവിടെയാണ്? തിരുവനന്തപുരം. 2024 G20 ഉച്ചകോടി വേദി ബ്രസീലാണ് കേട്ടോ. 2024 G20 ഉച്ചകോടി വേദി ബ്രസീൽ. ഇനി പ്രധാന ഉച്ചകോടികൾ നോക്കാം. 2023 ആസിയാൻ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യമാണ് ഇന്തോനേഷ്യ. ആസിയാൻ ഉച്ചകോടി 2023 ആസിയാൻ ഉച്ചകോടി ഇന്തോനേഷ്യ. 2023 ഇന്റർനാഷണൽ സോളാർ അലയൻസ് സമ്മേളനത്തിന് വേദിയാകുന്ന ഇന്ത്യൻ നഗരമാണ് ന്യൂഡൽഹി. സോളാർ അലയൻസ് സമ്മേളനത്തിന് വേദിയാകുന്നത് ന്യൂഡൽഹി. 2023 സോളാർ അലയൻസ്. 2023 ഐക്യരാഷ്ട്ര സംഘടന വാർഷിക കാലാവസ്ഥ ഉച്ചകോടി വേദിയാണ് UAE. അപ്പോൾ വാർഷിക കാലാവസ്ഥ
ഉച്ചകോടി വേദി UAE. വാർഷിക കാലാവസ്ഥ ഉച്ചകോടി വേദി UAE. അടുത്ത 2023 G7 ഉച്ചകോടിക്ക് വേദിയാകുന്ന നഗരമാണ് ഹിരോഷിമ. അപ്പൊ G7 ഉച്ചകോടിക്ക് വേദിയാകുന്നത് ഹിരോഷിമ ജപ്പാനാണ്, നമുക്കറിയാം. G7 അല്ലെ, G7 ജെ എന്നുള്ള ഓർത്ത് നോക്കിയ ജപ്പാൻ, G7 ഹിരോഷിമ. 2023 ക്വാഡ്സ് ഉച്ചകോടിക്ക് വേദിയാകുന്നത് സിഡ്നി ആട്ടോ. ക്വാഡ്സ് ഉച്ചകോടിക്ക് വേദിയാകുന്നത് സിഡ്നി. ഇപ്പൊ 2023 ആസിയാൻ ഉച്ചകോടി ഇന്തോനേഷ്യ, 2023 സോളാർ അലയൻസ് സമ്മേളനം ന്യൂഡൽഹി, 2023 വാർഷിക കാലാവസ്ഥ ഉച്ചകോടി UAE, G7 ഉച്ചകോടി ഹിരോഷിമ, ക്വാഡ്സ് ഉച്ചകോടി സിഡ്നി. അടുത്ത ക്വസ്റ്റ്യൻ, 2024 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? സൗദി അറേബ്യ കേട്ടോ. 2024 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം സൗദി അറേബ്യ. ഇപ്പോ ലോക പരിസ്ഥിതി ദിനം എന്നാണ്? ജൂൺ 5 ജൂൺ 5 പരിസ്ഥിതി ദിനം ആഘോഷിക്കുന്നത്. 1973 ആരംഭിച്ചതു മുതൽ യുണൈറ്റഡ് നേഷൻസ് എൻവിയോൺമെന്റ് പ്രോഗ്രാമിന്റെ നേതൃത്വത്തിലാണ് ഇവന്റ് നടക്കുന്നത്. അപ്പോൾ UNEP ആഭിമുഖ്യത്തിലാണ് ലോക പരിസ്ഥിതി ദിനം ആഘോഷിക്കുന്നത് എന്നാണ് 1973 മുതൽ ആഘോഷിക്കുന്നുണ്ട് കേട്ടോ. ഇനി 2024 പരിസ്ഥിതി ദിനത്തിന്റെ തീമാണ് ഭൂമി പുനരുദ്ധാരണം, മരുഭൂവൽക്കരണം, വരൾച്ചാ പ്രതിരോധം. അപ്പൊ ഭൂമി പുനരുദ്ധാരണം, മരുഭൂവൽക്കരണം, വരൾച്ചാ പ്രതിരോധമാണ് 2024 പരിസ്ഥിതി ദിനത്തിന്റെ തീം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഗോതമ്പ്, നെല്ല്, ചോളം, പയറുവർഗ്ഗങ്ങൾ എന്നിവ ഇന്ത്യയിലെ പ്രധാന 4 ഭക്ഷ്യവിളകളാണ്. 2022-23 കണക്കുകൾ പ്രകാരം ഇവയുടെ ഉൽപാദനത്തിന്റെ തോതനുസരിച്ചുള്ള ശരിയായ സ്ഥാനക്രമം കണ്ടെത്തുക. ഇവിടെ തന്നിട്ടുണ്ട് ഗോതമ്പ്, നെല്ല്, ചോളം, പയർവർഗ്ഗം. ഇതിന്റെ സ്ഥാനക്രമം എങ്ങനെയാണ്? ഒന്നാമത് വരുന്നത് നെല്ലാണ്, 2 ഗോതമ്പ്, 3 ചോളം, 4 പയർവർഗ്ഗം. അപ്പം ഓപ്ഷൻ ബി ആണ് ആൻസർ കേട്ടോ. അപ്പൊ ഫസ്റ്റത്തെ സ്ഥാനം എന്ന് പറയുന്നത് നെല്ല്, രണ്ടാമത് ഗോതമ്പ്, 3 ചോളം, 4 പയർവർഗ്ഗങ്ങൾ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് 2 പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇവയെ സംബന്ധിച്ചുള്ള ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക. പ്രസ്താവന 1, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രധാന പണനയ ഉപാധിയാണ് റിപ്പോ റേറ്റ്. അല്ലെ, പ്രസ്താവന 1 ശരിയല്ലേ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രധാന പണനയ ഉപാധിയാണ് റിപ്പോ റേറ്റ്, ശരിയാണ്. പ്രസ്താവന 2, 2024 ഏപ്രിൽ മാസത്തിൽ ചേർന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പണനയ സമിതി റിപ്പോ റേറ്റ് 6.50% നിലനിർത്താൻ തീരുമാനിച്ചു. അതും ശരിയാണ്. അപ്പോ 2024 ഏപ്രില് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് 6.50% അപ്പൊ ഇനി എന്താണ് റിപ്പോ റേറ്റ് നോക്കാം. റിപ്പോ നിരക്ക് എന്താണ്? RBI വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുന്ന പലിശ നിരക്കാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് RBI വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുന്ന പലിശ നിരക്ക്. ഇപ്പൊ RBI വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകും, അതിന് RBIക്ക് കൊടുക്കേണ്ട പലിശ നിരക്കാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ഇനി റിവേഴ്സ് റിപ്പോ നിരക്ക് എന്താണ്? സെൻട്രൽ ബാങ്കായ RBI വിപണിയിൽ അധിക പണലഭ്യത ഉള്ളപ്പോൾ വാണിജ്യ ബാങ്കുകളിൽ നിന്ന് പണം കടം വാങ്ങുന്ന നിരക്കാണ് റിവേഴ്സ് റിപ്പോ റേറ്റ്. അപ്പോൾ RBI വാണിജ്യ ബാങ്കുകളിൽ നിന്ന് പൈസ കടം വാങ്ങും. കാരണം എന്തുകൊണ്ടാണ്? വിപണിയിൽ കൂടുതൽ പണം ഉണ്ടാവുമ്പോൾ ആ പണം എന്ത് ചെയ്യും? RBI ബാങ്കുകളിൽ നിന്ന് തിരിച്ചു വാങ്ങും. അപ്പോൾ ആ വാങ്ങുന്ന പണത്തിന് നൽകുന്ന പലിശയാണ് റിവേഴ്സ് റിപ്പോ റേറ്റ് നിരക്ക് എന്ന് പറയുന്നത്. അപ്പോൾ റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് RBI ബാങ്കുകൾക്ക് കൊടുക്കുന്ന പണത്തിന് നൽകുന്ന പലിശ ആണ് റിപ്പോ റേറ്റ്. ബാങ്കുകളിൽ നിന്ന് RBI വാങ്ങുന്ന പണത്തിന് നൽകുന്ന പലിശ നിരക്കാണ് റിവേഴ്സ് റിപ്പോ നിരക്ക് എന്നും പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇപ്പോഴത്തെ കേന്ദ്ര യുവജനകാര്യ കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരാണ്? അപ്പോൾ മാൻസുഖ് മാണ്ഡവ്യയാണ് ആൻസർ കേട്ടോ. മാൻസുഖ് മാണ്ഡവ്യയാണ് ഇപ്പോഴത്തെ കേന്ദ്ര യുവജനകാര്യ കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മാൻസുഖ് മാണ്ഡവ്യ. അപ്പൊ മന്ത്രിമാരും അവരുടെ വകുപ്പും, കേന്ദ്രമന്ത്രിമാരും അവരുടെ വകുപ്പും നമ്മളൊരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഈ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകാം. അപ്പോൾ അത് കാണാത്ത ആളുകൾ അതൊന്ന് കണ്ടു നോക്കുക. ഇത് പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. കൂടുതലായിട്ടും ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്തുനിന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാനുള്ള കോഡ് ഉപയോഗിച്ചിട്ടാണ് ആ വീഡിയോ ചെയ്തിട്ടുള്ളത്. കാണാത്തവർ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമുവിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഇവയിലേതാണ്? 15ാമത്തെ പ്രസിഡന്റ് ആണ്, ശരിയാണ്. അതേപോലെ തന്നെ ശരി ഉത്തരമുള്ളത് 2015 മുതൽ 2021 വരെ ജാർഖണ്ഡ് ഗവർണറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്.
ഇപ്പൊ 2015 മുതൽ 2021 വരെ ജാർഖണ്ഡ് ഗവർണറായി സേവനമനുഷ്ഠിച്ചു 15ാമത്തെ പ്രസിഡന്റ്. ഇനി ദ്രൗപദി മുർമുവിനെ സംബന്ധിച്ച വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നോക്കാം. 2022 ജൂലൈ 25-നാണ് 15ാമത്തെ പ്രസിഡന്റ് ആയിട്ട് സ്ഥാനമേറ്റെടുക്കുന്നത്. 2022 ജൂലൈ 25-ന് ആദിവാസി ഗോത്ര വിഭാഗത്തിൽ നിന്ന് ഇന്ത്യയുടെ രാഷ്ട്രപതി പദവിയിലെത്തിയ ആദ്യ വനിതയുണ്ടോ? ആദിവാസി ഗോത്ര വിഭാഗത്തിൽ നിന്ന് രാഷ്ട്രപതി പദവിയിലെത്തിയ ആദ്യ വനിത. പ്രതിഭ പാട്ടീലിന് ശേഷം രാഷ്ട്രപതിയായ രണ്ടാമത്തെ വനിത കൂടിയാണ് കേട്ടോ. അപ്പൊ പ്രതിഭ പാട്ടീലിന് ശേഷം രാഷ്ട്രപതിയായ രണ്ടാമത്തെ വനിതയാണ്. 2000 മുതൽ 2009 വരെ ഒഡീഷ നിയമസഭാ അംഗമായിട്ടുണ്ട്. 2000 മുതൽ 2004 വരെ സംസ്ഥാന മന്ത്രിയായിട്ടും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇത്രയുമാണ് ദ്രൗപദി മുർമുവിനെ സംബന്ധിച്ചുള്ള വസ്തുതകൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, 2023 ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യ അതിഥിയായിരുന്ന അബ്ദുൾ ഫത്താഹ് അൽ സിസി ഏതു രാജ്യത്തെ പ്രസിഡന്റ് ആണ്? അറബ് റിപ്പബ്ലിക് ഓഫ് ഈജിപ്ത് ആണ് കേട്ടോ. അപ്പോൾ ഈജിപ്തിന്റെ പ്രസിഡന്റ് ആണ് ആരെ? അബ്ദുൾ ഫത്താഹ് അൽ സിസി. ഇനി 2024 റിപ്പബ്ലിക് ഡേ പരേഡിന് മുഖ്യ അതിഥിയായിരുന്നത് ഇമ്മാനുവൽ മാക്രോൺ ആണ്. 2024 റിപ്പബ്ലിക് ഡേ പരേഡിന് മുഖ്യ അതിഥിയായിരുന്നത് ഇമ്മാനുവൽ മാക്രോൺ, ഫ്രഞ്ച് പ്രസിഡന്റ് ആയിട്ടുള്ള ഇമ്മാനുവൽ മാക്രോൺ ആണ് 2024 റിപ്പബ്ലിക് ഡേ പരേഡിന് മുഖ്യ അതിഥിയായിരുന്നത്. 2024 75ാമത്തെ റിപ്പബ്ലിക് ഡേ പരേഡാണ് നടന്നത്. 2024 75ാമത്തെ റിപ്പബ്ലിക് ഡേ പരേഡാണ് നടന്നത്. അതിന്റെ തീം എന്ന് പറയുന്നത് എന്താണ്? വികസിത് ഭാരത്, ഭാരത് ലോക് തന്ത്ര കി മാതൃക. അപ്പൊ വികസിത് ഭാരത് ലോക് തന്ത്ര കി മാതൃക കേട്ടോ. അപ്പോ അതാണ് തീം എന്ന് പറയുന്നത്. 2024 റിപ്പബ്ലിക് ഡേ മുഖ്യ അതിഥിയായിരുന്നത് ഇമ്മാനുവൽ മാക്രോൺ. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാനത്തിലെ ഇപ്പോഴത്തെ യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? എം ഷാജർ ആണ് കേട്ടോ. ആൻസർ, രണ്ടാമത്തെ ആൻസർ ആയിട്ടുള്ള എം ഷാജർ ആണ് കേരള സംസ്ഥാനത്തിലെ ഇപ്പോഴത്തെ യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ. ശ്രീ എം ഷാജർ. ഇതിനു മുമ്പായിരുന്നത് ആരാണ്? ചിന്താ ജെറോം ആയിരുന്നു ഇതിനു മുമ്പ്. ഇപ്പോൾ എം ഷാജർ ആണ്. അതേപോലെ തന്നെ സംസ്ഥാന SC/ST കമ്മീഷനാണ് BS മാവോജി കേട്ടോ. BS മാവോജിയാണ് സംസ്ഥാന SC/ST കമ്മീഷൻ. BS മാവോജി. ഇപ്പോഴത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആര്? ഇപ്പോഴത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആര്? എക്സാം നടക്കുന്ന സമയത്താണ് ചോദിച്ചിട്ടുള്ളത്. അത് ആ സമയത്തുള്ളത് മുഹമ്മദ് മുസ്താഖ് ആണ്. എന്നാൽ നിലവിൽ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് നിലവില് നിതിൻ ജന്ദാർ ആണ് കേട്ടോ. അപ്പോൾ നിതിൻ ജന്ദാർ ആണ് നിലവിലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. നിതിൻ ജന്ദാർ ആണ്. എക്സാം നടക്കുന്ന സമയത്ത് മുഹമ്മദ് മുസ്താഖ് ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, 2024 ലോക പരിസ്ഥിതി ദിന ആഗോള ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യമേത്? സൗദി അറേബ്യ കേട്ടോ. അപ്പോൾ 2024 ലോക പരിസ്ഥിതി ദിന ആഗോള ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം സൗദി അറേബ്യ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ദേശീയ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ട തീയതിയാണ് ഓഗസ്റ്റ് 23. ഓഗസ്റ്റ് 23-നാണ് ദേശീയ ബഹിരാകാശ ദിനമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്. അപ്പോൾ അത് എന്തിന്റെ ഭാഗമായിട്ടാണ് ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായിട്ട് പ്രഖ്യാപിച്ചത്? ചന്ദ്രയാൻ 3ന്റെ ഭാഗമാണ്. അതെന്താണെന്ന് നോക്കാം. ഇന്ത്യയുടെ മൂന്നാമത്തെ ചാന്ദ്ര പരിവേഷണ ദൗത്യമാണ് ചന്ദ്രയാൻ 3. മൂന്നാമത്തെ ചാന്ദ്ര പരിവേഷണ ദൗത്യമാണ് ചന്ദ്രയാൻ 3. 2023 ജൂലൈ 14-നാണ് വിക്ഷേപിച്ചത്. 2023 ജൂലൈ 14-ന് വിക്ഷേപിച്ചു. വിക്ഷേപണ വാഹനം LMV-3 M4 റോക്കറ്റ് ആണ് കേട്ടോ. വിക്ഷേപണ വാഹനം LMV-3 M4 റോക്കറ്റ്. ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തിയ സമയത്ത് ഇന്ത്യയിലേക്ക് അയച്ച ആദ്യ സന്ദേശമാണ് ഞാൻ ചന്ദ്രന്റെ ഗുരുത്വാകർഷണം അനുഭവിക്കുന്നു. ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ ഇറങ്ങിയ ദിവസം എന്ന് പറയുന്നത് 2023 ഓഗസ്റ്റ് 23-ന് 6:04 PM കേട്ടോ. പ്രത്യേക നോട്ട് ചെയ്യുക, 6:04 PM ചന്ദ്രനിൽ ഇറങ്ങിയത്. അപ്പോൾ 2023 ഓഗസ്റ്റ് 23 അല്ലെ? ഓഗസ്റ്റ് 23 ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ ഇറങ്ങിയ ദിവസം ഓഗസ്റ്റ് 23 ആയതുകൊണ്ട് തന്നെ ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ഓഗസ്റ്റ് 23-ന് പ്രഖ്യാപിച്ചു. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിന് സമീപത്താണ് ചന്ദ്രയാൻ 3 ലാൻഡ് ചെയ്തത്. അതേപോലെ തന്നെ ദക്ഷിണ ധ്രുവത്തിൽ പേടകം ഇറങ്ങുന്ന ആദ്യ രാജ്യമായിട്ട് ഇന്ത്യ മാറി. ഈ പോയിന്റിനെ അറിയപ്പെടുന്നത് ശിവശക്തി പോയിന്റ് എന്നറിയപ്പെടുന്നു. അതായത് ചന്ദ്രയാൻ 3 ലാൻഡ് ചെയ്ത സ്ഥലത്തെ അറിയപ്പെടുന്നത് ശിവശക്തി പോയിന്റ് എന്ന് അറിയപ്പെടുന്നു. ചന്ദ്രനിൽ ഇറങ്ങുന്ന നാലാമത്തെ രാജ്യമായിട്ട് ഇന്ത്യ മാറി. അമേരിക്ക, സോവിയറ്റ് യൂണിയൻ, ചൈന എന്നിവയാണ് മറ്റു രാജ്യങ്ങൾ. ചന്ദ്രയാൻ 3-ലുള്ള മൊത്തം പേലോഡുകളുടെ എണ്ണം എന്ന് പറയുന്നത് 7 ആണ്.
ചന്ദ്രയാൻ 3 നമ്മൾ 3ആയിട്ട് ഭാഗിക്കുന്നുണ്ട്. ലാൻഡർ, റോവർ, പ്രൊപ്പൽഷൻ മൊഡ്യൂൾ. ലാൻഡർ, റോവർ, പ്രൊപ്പൽഷൻ മൊഡ്യൂൾ. ഈ ലാൻഡറിന് അറിയപ്പെടുന്നത് വിക്രം എന്നറിയപ്പെടുന്നുണ്ട് കേട്ടോ. വിക്രം എന്ന പേരിൽ ലാൻഡർ അറിയപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ റോവർ പ്രഗ്യാൻ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. റോവർ പ്രഗ്യാനാണ് റോവർ. അതേപോലെ തന്നെ പ്രൊപ്പൽഷൻ മൊഡ്യൂളും ആണുള്ളത്. 7 പേലോഡുകളാണ് മൊത്തം ഉള്ളതെന്ന് പറഞ്ഞു. ഈ ലാൻഡറിന് 4 പേലോഡ്, അതേപോലെ തന്നെ റോവറിന് 2 പേലോഡ്, പ്രൊപ്പൽഷൻ മൊഡ്യൂളിന് 1 പേലോഡുമാണ് ഉള്ളത്. അപ്പോൾ പേലോഡുകൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അപ്പോൾ ലാൻഡറിലുള്ള 4 പേലോഡുകൾ ഏതൊക്കെ നോക്കാം. ഒന്നാമത്തെ പേലോഡാണ് ചാസ്റ്റേ. ചാസ്റ്റയാണ് ഒന്നാമത്തെ പേലോഡ് എന്ന് പറയുന്നത്. ഇത് ഉപയോഗിക്കുന്നത് ചന്ദ്രന്റെ ധ്രുവ പ്രദേശത്തിന് സമീപത്തെ ഉപരിതലത്തിലെ രാസവസ്തുക്കൾ സംബന്ധിച്ചുള്ള വിവരം വിശകലനം ചെയ്ത് താപവ്യത്യാസങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ചാസ്റ്റേ ഉപയോഗിക്കുന്നത്. അതായത് ചന്ദ്രന്റെ ഉപരിതലത്തിലെ വ്യതിയാനങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ചാസ്റ്റേ കേട്ടോ. അങ്ങനെ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലെ താപം 50 ഡിഗ്രി സെൽഷ്യസ് ആണെന്നത് കണ്ടുപിടിച്ചു കേട്ടോ. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലെ താപനില 50 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് കണ്ടുപിടിച്ചു. രണ്ടാമത്തെ ലാൻഡറിലുള്ള പേലോഡാണ് രംഭ എൽ പി ആണ് രണ്ടാമത്തെ പേലോഡ് എന്ന് പറയുന്നത്. ഇത് ഉപയോഗിക്കുന്നത് പ്ലാസ്മയുടെ സാന്നിധ്യം കണ്ടെത്താനാണ് ഇത് ഉപയോഗിക്കുന്നത് കേട്ടോ. പ്ലാസ്മയുടെ സാന്നിധ്യം കണ്ടെത്താൻ. അടുത്ത പേലോഡ് എന്ന് പറയുന്നത് ഇൽസയാണ് അടുത്ത പേലോഡ് എന്ന് പറയുന്നത്. ലാൻഡർ ഇറങ്ങുമ്പോൾ പ്രതലത്തിൽ ഉണ്ടാകുന്ന പ്രകമ്പനങ്ങൾ അളക്കുകയും മേൽഭാഗം ചിത്രീകരിക്കുകയും ചെയ്യുന്നു. അതായത് ലാൻഡർ ഇറങ്ങുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രകമ്പനങ്ങൾ അളക്കാനും അതേപോലെ തന്നെ മേൽഭാഗം ചിത്രീകരിക്കാനുമാണ് ഇൽസ ഉപയോഗിക്കുന്നത് കേട്ടോ. അടുത്ത പേലോഡാണ് LRA പേലോഡ്. ലേസർ റെട്രോ റിഫ്ലക്ടർ അറേ എന്നറിയപ്പെടുന്ന പേലോഡാണ്. ഇത് നാസ രൂപകൽപ്പന ചെയ്ത പേലോഡാണ്. LRA എന്ന് പറയുന്നത് നാസ രൂപകൽപ്പന ചെയ്താണ്, പ്രത്യേകം നോട്ട് ചെയ്യുക. നാസ രൂപകൽപ്പന ചെയ്ത പേലോഡാണ് LRA. ഇത് ഉപയോഗിക്കുന്നത് ലേസർ രശ്മി ഉപയോഗിച്ച് ചന്ദ്രന്റെ ഉപരിതല ദൂരം അളക്കാനാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ലേസർ രശ്മി ഉപയോഗിച്ച് ചന്ദ്രന്റെ ഉപരിതല ദൂരം അളക്കുന്നു. അടുത്ത റോവറിലുള്ള പേലോഡുകളാണ് ലിബ്സ് ആണ് ഒന്നാമത്തെ പേലോഡ്. ലാൻഡ് ചെയ്യുന്ന സ്ഥലത്തെ മണ്ണിന്റെയും പാറയുടെയും മൂലഘടന നിർണ്ണയിക്കുന്നു കേട്ടോ. അപ്പോൾ ലിബ്സ് എന്ന് പറയുന്നത് ലാൻഡ് ചെയ്യുന്ന സ്ഥലത്തെ മണ്ണിന്റെയും പാറയുടെയും മൂലഘടന നിർണ്ണയിക്കാനാണ് ലിബ്സ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ APXS അതായത് ആൽഫ പാർട്ടിക്കിൾ എക്സ്റേ സ്പെക്ട്രോമീറ്റർ ആണ് അടുത്ത പേലോഡ് എന്ന് പറയുന്നത്. ചന്ദ്രന്റെ ഉപരിതലത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി രാസഘടനയും ധാതുഘടനയും പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പൊ APXS എന്ന് പറയുന്നത് രാസഘടനയും ധാതുഘടനയും പഠിക്കാൻ വേണ്ടിയിട്ടാണ് APXS ഉപയോഗിക്കുന്നത് കേട്ടോ. ലിബ്സ് ഉപയോഗിക്കുന്നത് എന്തിനാണ്? മണ്ണിന്റെയും പാറയുടെയും മൂലഘടന മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അടുത്ത പ്രൊപ്പൽഷൻ മൊഡ്യൂൾ പേലോഡ് എന്ന് പറയുന്നത് ഒന്നാണുള്ളത്. അത് ഷെയ്പ്പാണ് കേട്ടോ. ഷെയ്പ്പാണ് അതിന്റെ പേര്, ഷെയ്പ്പ്. വാസത്തിന് യോഗ്യമായ പലതരം എക്സോഗ്രഹങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ സഹായിക്കുന്നതാണ് ഷെയ്പ്പ് എന്ന പേലോഡ്. ഷെയ്പ്പ് എന്നാണ് വാസത്തിന് ആവശ്യമായിട്ടുള്ള യോഗ്യമായിട്ടുള്ള പലതരം എക്സോഗ്രഹങ്ങളെ അന്വേഷിക്കാൻ സഹായിക്കുന്നതാണ് ഷെയ്പ്പ്. അടുത്ത ക്വസ്റ്റ്യൻ, 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം താഴെ പറയുന്നതിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ്? ഏതാണ്? ക്വാണ്ടം ഡോട്ട്സ് ആണ് കേട്ടോ. 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ക്വാണ്ടം ഡോട്ട്സ് എന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ് ലഭിച്ചിട്ടുള്ളത്. അടുത്തത് 2023 ഭൗതികശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ച വിഷയം എന്ന് പറയുന്നത് അറ്റോ സെക്കൻഡ് പൾസസ് ഓഫ് ലൈറ്റ്. അപ്പോൾ ഫിസിക്സിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് അറ്റോ സെക്കൻഡ് പൾസസ് ഓഫ് ലൈറ്റ്. അടുത്തത് 2023 ഫിസിയോളജി ഓർ മെഡിസിൻ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടാണ് ലഭിച്ചിട്ടുള്ളത്? mRNA വാക്സിൻ അഗെയിൻസ്റ്റ് COVID-19. mRNA വാക്സിൻ അഗെയിൻസ്റ്റ് COVID-19 പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള mRNA വാക്സിൻ കണ്ടുപിടിച്ചതുമായി ബന്ധപ്പെട്ടാണ് 2023 മെഡിസിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, മൺസൂർ ക്രോക്സ് ബയോഫ്ലീറ്റ്സ് 2024 പദ്ധതി നടപ്പിലാക്കുന്നത് ആരാണ്? കേരള വന ഗവേഷണ കേന്ദ്രമാണ് കേട്ടോ. മൺസൂൺ ക്രോക്സ് ബയോഫ്ലീറ്റ്സ് 2024 പദ്ധതി നടപ്പാക്കുന്നത് കേരള വന ഗവേഷണ കേന്ദ്രം. അടുത്ത ക്വസ്റ്റ്യൻ, 2024 നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പിൽ മുൻ ലോക ചാമ്പ്യൻ മാഗ്നസ് കാൾസനെ പരാജയപ്പെടുത്തിയ ഇന്ത്യൻ താരം പ്രജ്ഞാനന്ദയാണ് കേട്ടോ. 2024 നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പിൽ മുൻ ലോക ചാമ്പ്യൻ മാഗ്നസ് കാൾസനെ പരാജയപ്പെടുത്തിയ ഇന്ത്യൻ താരമാണ് പ്രജ്ഞാനന്ദ. അതേപോലെ തന്നെ വിശ്വനാഥ് ആനന്ദിന് ശേഷം
ചെസ് ലോകകപ്പ് ഫൈനലിൽ എത്തുന്ന ഇന്ത്യൻ താരവും ആർ പ്രജ്ഞാനന്ദയാണ് കേട്ടോ. അപ്പോൾ ചെസ് ലോകകപ്പ് ഫൈനലിൽ എത്തുന്ന ഇന്ത്യൻ താരം, അതായത് വിശ്വനാഥാനന്ദന് ശേഷം ലോക ചെസ് ലോകകപ്പ് ചെസ് ഫൈനലിൽ എത്തുന്ന ഇന്ത്യൻ താരമാണ് ആർ പ്രജ്ഞാനന്ദ. 2024 ഫെബ്രുവരിയിൽ ലോക ചെസ് സംഘടന ഫിഡെ മരണാനന്തര ബഹുമതിയായി ആചരിച്ച ഇന്ത്യൻ ചെസ് ഇതിഹാസമാണ് മിർ സുൽത്താൻ ഖാൻ. ഇപ്പൊ 2024 ഫെബ്രുവരിയിൽ ഫിഡെ മരണാനന്തര ബഹുമതിയായിട്ട് ആചരിച്ച ഇന്ത്യയിലെ ചെസ് ഇതിഹാസമാണ് മിർ സുൽത്താൻ ഖാൻ. അതേപോലെ തന്നെ 44ാമത്തെ ഫിഡെ ചെസ് ഒളിമ്പിക്സ് 2022 വേദി ചെന്നൈ ആണ് കേട്ടോ. അപ്പൊ 2022 വേദി ചെസ് ഒളിമ്പിക്സിന്റെ വേദി ചെന്നൈ ആയിരുന്നു. 45ാമത്തെ ഫിഡെ ചെസ് ഒളിമ്പിക്സ് 2024 വേദി ബുഡാപെസ്റ്റ് ഹംഗറിയിലെ ബുഡാപെസ്റ്റിലാണ് 2024 ചെസ് ഒളിമ്പിക്സ് വേദി. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ എന്ന് പറയുന്നത് ആക്ടിംഗ് ചെയർമാൻ ആണുള്ളത്. അത് വിജയഭാരതി സയാനിയാണ്. അത് 2024 ജൂൺ 5 മുതലാണ് ചുമതലയേറ്റത് കേട്ടോ. അപ്പോൾ നിലവിലെ ആക്ടിംഗ് ചെയർപേഴ്സൺ ആണുള്ളത് വിജയഭാരതി സയാനി 2024 ജൂൺ 5 മുതൽ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ മുന്നത്തെ ചെയർമാൻ എന്ന് പറയുന്നത് അരുൺ കുമാർ മിശ്ര ആയിരുന്നു. അദ്ദേഹം 2024 ജൂൺ 1 വരെ ആയിരുന്നു പദവിയിൽ ഉണ്ടായിരുന്നത്. അപ്പം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആയിരുന്നത് അരുൺ കുമാർ മിശ്ര ആയിരുന്നു. 2024 ജൂൺ 1 വരെ ഉണ്ടായിരുന്നു. അതിനുശേഷം ആക്ടിംഗ് ചെയർമാൻ വിജയഭാരതി സയാനി 2024 ജൂൺ 5 മുതലാണ് സ്ഥാനം ഏറ്റെടുത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ വനിതാ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ദേശീയ വനിതാ കമ്മീഷൻ ചെയർമാൻ രേഖ ശർമ്മയാണ് കേട്ടോ. അപ്പൊ ഇനി ബാക്കി പദവികൾ നോക്കാം. കേരള വനിതാ കമ്മീഷൻ എന്ന് പറയുന്നത് പി സതീദേവി. കേരള വനിതാ കമ്മീഷൻ പി സതീദേവി. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ധനഞ്ജയ് യശ്വന്ത് ചന്ദ്രചൂഡ്. അപ്പോൾ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ധനഞ്ജയ് യശ്വന്ത് ചന്ദ്രചൂഡാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് ഹീരലാൽ സമരിയാണ് കേട്ടോ. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ഹീരലാൽ സമരിയ. സംസ്ഥാന വിവരാവകാശ കമ്മീഷനാണ് ഹരിനായർ. സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഹരിനായർ. അതേപോലെ തന്നെ കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ ആണ് വിജയഭാരതി സയാനി. കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷനാണ് വിജയഭാരതി സയാനി. ആക്ടിംഗ് കമ്മീഷനാണ് വിജയഭാരതി സയാനി. അടുത്ത ക്വസ്റ്റ്യൻ, UN-ൽ ഇപ്പോൾ എത്ര അംഗങ്ങളാണുള്ളത്? UN-ലുള്ള ടോട്ടൽ അംഗങ്ങൾ എന്ന് പറയുന്നത് 193 ആണ് കേട്ടോ. 193ാമത്തെ UN മെമ്പർ ആണ് സൗത്ത് സുഡാൻ. 193ാമത്തെ UN മെമ്പർ ആണ് സൗത്ത് സുഡാൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് ഇന്ത്യൻ പൊതുമേഖലാ ബാങ്കാണ് അടുത്തിടെ മറ്റൊന്നുമായി ലയിച്ച് ആസ്തിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ 2ാമത്തെ വലിയ ബാങ്കായി മാറിയത്? ഏതാണ്? ബാങ്ക് ഓഫ് ബറോഡയാണ് കേട്ടോ. അപ്പോൾ ബാങ്ക് ഓഫ് ബറോഡയാണ് മറ്റ് ബാങ്കുമായിട്ട് ലയിച്ച് ഇന്ത്യയിലെ 2ാമത്തെ വലിയ ബാങ്കായിട്ട് മാറിയിട്ടുള്ളത്. അപ്പൊ ലയിച്ച 2 ബാങ്കുകൾ ഏതൊക്കെയാ? ദേന ബാങ്കും വിജയ ബാങ്കും ആണ് കേട്ടോ. ദേന ബാങ്കും വിജയ ബാങ്കും ഏതിൽ ലയിച്ചു? ബാങ്ക് ഓഫ് ബറോഡയിൽ ലയിച്ച് ലോകത്തിലെ 2ാമത്തെ ഏറ്റവും വലിയ ബാങ്കായിട്ട് മാറി. ഇത് ലയനം നടന്നത് 2019 ഏപ്രിൽ 1-നാണ് കേട്ടോ. 2019 ഏപ്രിൽ 1-നാണ് ലയനം നടന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ശ്രീ വി മുരളീധരൻ MP കേന്ദ്ര ഗവൺമെന്റിൽ ഏതു വിഭാഗത്തിൽപ്പെടുന്ന മന്ത്രിസ്ഥാനമാണ് കൈകാര്യം ചെയ്തത്? ഏതായിരുന്നു? സഹമന്ത്രിയായിരുന്നു കേട്ടോ. വി മുരളീധരൻ സഹമന്ത്രിയായിരുന്നു. അദ്ദേഹം പദവിയിൽ ഉണ്ടായിരുന്ന വർഷം എന്ന് പറയുന്നത് 2019 മുതൽ 2024 വരെയായിരുന്നു. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവും പാർലമെന്ററി കാര്യ വകുപ്പുമായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത്. അപ്പോൾ 2019 മുതൽ 2024 വരെ അദ്ദേഹം പദവിയിൽ ഉണ്ടായിരുന്നു. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവും അതേപോലെ തന്നെ പാർലമെന്ററി കാര്യ വകുപ്പും ആയിരുന്നു കൈകാര്യം ചെയ്തിരുന്നത്. നിലവിലുള്ള സഹമന്ത്രിമാരാണ്, കേരളത്തിൽ നിന്നുള്ള 2 സഹമന്ത്രിമാരുണ്ട്. അത് സുരേഷ് ഗോപിയും ജോർജ് കുര്യനുമാണ്. സുരേഷ് ഗോപി കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ എന്ന് പറയുന്നത് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം, ടൂറിസം മന്ത്രാലയമാണ്. പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം, ടൂറിസം മന്ത്രാലയമാണ് സുരേഷ് ഗോപി കൈകാര്യം ചെയ്യുന്നത്. ജോർജ് കുര്യൻ കൈകാര്യം ചെയ്യുന്നത് ന്യൂനപക്ഷകാര്യ മന്ത്രാലയം, ഫിഷറീസ്, അതേപോലെ തന്നെ മൃഗസംരക്ഷണം, ക്ഷീരവികസന മന്ത്രാലയം. ന്യൂനപക്ഷം, ഫിഷറീസ്, മൃഗസംരക്ഷണം, ക്ഷീരവികസന മന്ത്രാലയം. ജോർജ് കുര്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഇപ്പോഴത്തെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അധ്യക്ഷൻ ആര്? ഇപ്പോഴത്തെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അധ്യക്ഷൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. ശ്രീ പിണറായി വിജയനാണ് ഇപ്പോഴത്തെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, പരമ്പരാഗത വൈദ്യശാസ്ത്ര ഗവേഷണത്തിനുള്ള സഹകരണ കേന്ദ്രമായി WHO 2023 ജൂൺ 3-ന്
ആയുഷ് മന്ത്രാലയത്തിന്റെ സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദ സയൻസിന് കീഴിലുള്ള ഏത് യൂണിറ്റിലെയാണ് നിയോഗിച്ചത്? ഏത് യൂണിറ്റിനെ നിയോഗിച്ചത്? NIIMH ഹൈദരാബാദ്. NIIMH ഹൈദരാബാദ് ആണ് നിയോഗിച്ചിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ചന്ദ്രയാൻ 3ന്റെ ലാൻഡറിന്റെ പേരെന്ത്? ലാൻഡർ ഏതാണ്? വിക്രം ലാൻഡർ. നമ്മൾ പഠിച്ചാണ് അല്ലെ? ചന്ദ്രയാൻ 3ന്റെ ലാൻഡറിന്റെ പേര് വിക്രം. അടുത്ത ക്വസ്റ്റ്യൻ, ടോക്കിയോ ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ ത്രോ മത്സരത്തിൽ സുവർണ നേട്ടം കൈവരിക്കാൻ താണ്ടിയ ദൂരം എത്രയാണ്? 87.58 മീറ്റർ ആണ് കേട്ടോ. 87.58 മീറ്റർ. അപ്പോൾ പാരീസ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട പുതിയ 2024 നടന്നത് പാരീസ് ഒളിമ്പിക്സ് ആണ്. അപ്പോൾ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടം എന്ന് പറയുന്നത് 6 6 ഒരു സിൽവറും 5 വെങ്കലുമാണ് നേടിയിട്ടുള്ളത്. ഇന്ത്യയുടെ സ്ഥാനം 71. പാരീസ് ഒളിമ്പിക്സ് ഇന്ത്യയുടെ സ്ഥാനം 71. ഈ 6 മെഡൽ നേടിയതിൽ സിൽവർ മെഡൽ നേടിയത് നീരജ് ചോപ്രയാണ്. ജാവലിൻ ത്രോ 89.45 മീറ്റർ 89.45 മീറ്റർ എറിഞ്ഞുകൊണ്ടാണ് നീരജ് ചോപ്ര സിൽവർ മെഡൽ നേടുന്നത്. വെങ്കല മെഡൽ നേടിയത് ഹോക്കി ഇന്ത്യൻ ഹോക്കി ഫൈനലിസ്റ്റ് പ്ലേയേഴ്സ് ആണ് വെങ്കല മെഡൽ നേടിയിട്ടുള്ളത് 5 പേര് കേട്ടോ. അപ്പൊ ഇത്രയുമാണ് മെഡലുകൾ. 6 മെഡലാണ് മൊത്തം പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ലഭിച്ചിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, അന്താരാഷ്ട്ര ഫീച്ചർ സിനിമ വിഭാഗത്തിൽ 2024 ഓസ്കാർ പുരസ്കാരം ലഭിച്ച സിനിമ ദ സോൺ ഓഫ് ദ ഇൻട്രസ്റ്റ്. ദ സോൺ ഓഫ് ഇൻട്രസ്റ്റ് ആണ് അന്താരാഷ്ട്ര ഫീച്ചർ സിനിമ വിഭാഗത്തിൽ 2024 ഓസ്കാർ പുരസ്കാരം ലഭിച്ചത്. ഇപ്പോൾ ഓസ്കാർ പുരസ്കാരം വെച്ച മറ്റു സിനിമകൾ നോക്കാം. മികച്ച ചിത്രം എന്ന് പറയുന്നത് ഓപ്പൺ ഹൈമർ ആണ്. മികച്ച ചിത്രം ഓപ്പൺ ഹൈമർ. മികച്ച നടൻ സിലിയൻ മർഫി ഓപ്പൺ ഹൈമർ ആണ് ചിത്രം. സിലിയൻ മർഫി. മികച്ച നടി എമ്മ സ്റ്റോൺ പുവർ തിങ്സ് ആണ് ചിത്രം കേട്ടോ. എമ്മ സ്റ്റോൺ പുവർ തിങ്സ്. മികച്ച സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ. സിനിമ ഏതാണ്? ഓപ്പൺ ഹൈമർ ആണ് കേട്ടോ. ക്രിസ്റ്റഫർ നോളൻ ആണ് മികച്ച സംവിധായകൻ. സിനിമ ഓപ്പൺ ഹൈമർ. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ ആരാണ്? സുമൻ ബേരി ആണ് കേട്ടോ. അപ്പൊ നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ ആണ് സുമൻ ബേരി. ഇപ്പൊ നീതി ആയോഗിന്റെ ചെയർമാൻ ആരാണ്? നരേന്ദ്രമോദി ആണ് കേട്ടോ. പ്രധാനമന്ത്രി ആയിരിക്കും നീതി ആയോഗിന്റെ ചെയർമാൻ. അതേപോലെ തന്നെ നീതി ആയോഗിന്റെ സിഇഒ ആണ് BVR സുബ്രഹ്മണ്യം ആണ് സിഇഒ. അപ്പൊ നീതി ആയോഗിന്റെ ചെയർമാൻ നരേന്ദ്രമോദി, വൈസ് ചെയർപേഴ്സൺ സുമൻ ബേരി, സിഇഒ BVR സുബ്രഹ്മണ്യം. അടുത്ത ക്വസ്റ്റ്യൻ, ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായ ആന്റോണിയോ ഗുട്ടറസ് ഏത് രാജ്യക്കാരനാണ്? പോർച്ചുഗൽ ആണ് കേട്ടോ. അപ്പോൾ ആന്റോണിയോ ഗുട്ടറസ് പോർച്ചുഗലാണ്. ഐക്യരാഷ്ട്ര സെക്രട്ടറി ജനറലായ ആന്റോണിയോ ഗുട്ടറസിന്റെ രാജ്യം പോർച്ചുഗൽ. 2017 ജനുവരി 1 മുതൽ തുടർച്ചയായിട്ട് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പദവി. അപ്പോൾ 2017 ജനുവരിയിലാണ് അദ്ദേഹം ഐക്യരാഷ്ട്ര സെക്രട്ടറി ജനറലായി ചുമതലയേൽക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 2024 കേരള ബഡ്ജറ്റിൽ പരാമർശിച്ചിട്ടുള്ള ഉന്നതി മിഷൻ ആരുടെ ഉന്നമനം ലക്ഷ്യമിട്ടുള്ളതാണ്? പട്ടികവർഗ വിഭാഗങ്ങളുടെ. അപ്പോൾ 2024 കേരള ബജറ്റിൽ പരാമർശിച്ചിട്ടുള്ള ഉന്നതി മിഷൻ ആരുടെ ഉന്നമനം ലക്ഷ്യമിട്ടുള്ളതാണ്? പട്ടികവർഗ വിഭാഗക്കാരുടെ ഉന്നമനം ലക്ഷ്യമിട്ടുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കോവിഷീൽഡ് എന്ന COVID-19 വാക്സിൻ വിപണിയിൽ നിന്നും പിൻവലിച്ചു. ഈ വാക്സിൻ നിർമ്മിച്ച കമ്പനി ഏത്? ആസ്ട്രാസെനക്കയാണ് COVID-19 അതായത് കോവിഷീൽഡ് എന്ന COVID-19 വാക്സിൻ നിർമ്മിച്ചത് ആസ്ട്രാസെനക്ക എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ്. അവർ പിൻവലിച്ചത് എന്നാണ്? 7 മെയ് 2024 ഈ മരുന്ന് പിൻവലിക്കുന്നത്. അതായത് 7 മെയ് 2024 ഇത് കോവിഷീൽഡ് പിൻവലിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, വംശനാശ ഭീഷണി നേരിടുന്ന ഏത് ജീവിയെ സംരക്ഷിക്കാനാണ് 2024 മെയ് മാസത്തിൽ മണിപ്പൂർ സർക്കാർ 30 ഏക്കർ പുൽമേട് അനുവദിച്ചത്? പോളോ പോണിയാണ് ആൻസർ. അപ്പോൾ വംശനാശ ഭീഷണി നേരിടുന്ന പോളോ പോണി ജീവിയെ സംരക്ഷിക്കാനാണ് 2024 മെയ് മാസത്തില് മണിപ്പൂർ സർക്കാർ 30 ഏക്കർ പുൽമേട് അനുവദിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സർക്കാർ അവതരിപ്പിക്കുന്ന ജീവാനന്ദം പദ്ധതി സംബന്ധിച്ച ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും നിശ്ചിത തുക ഈടാക്കുവാനും വിരമിച്ച ശേഷം മാസം തോറും തുക തിരികെ നൽകുവാനും ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് ജീവാനന്ദം കേട്ടോ. ജീവാനന്ദം പദ്ധതി എന്ന് പറയുന്നത് സംസ്ഥാന ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും നിശ്ചിത തുക ഈടാക്കുവാനും വിരമിച്ച ശേഷം മാസം തോറും തിരികെ നൽകുവാനും ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് ജീവാനന്ദം പദ്ധതി.
അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന സ്ഥലങ്ങളിൽ നാറ്റോയുടെ ആസ്ഥാനം ഏതാണെന്ന് എഴുതുക. ഏതാണ്? ബ്രസൽസ് ആണ് കേട്ടോ. നാറ്റോ നമ്മൾ പറഞ്ഞതാണ്, ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ തന്നെ നാറ്റോ ആണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ നാറ്റോ രണ്ടാമതും ചോദിച്ചിട്ടുണ്ട്, ബ്രസൽസ് കേട്ടോ. അപ്പോൾ താഴെ പറയുന്ന സ്ഥലങ്ങളിൽ നാറ്റോയുടെ ആസ്ഥാനം ഏതാണ്? ബ്രസൽസ്. അടുത്തത്, കേരളത്തിലെ ആദ്യ റോഡ് ടണൽ ഏത് ജില്ലയിലാണ്? തൃശൂർ. കേരളത്തിലെ ആദ്യ റോഡ് ടണൽ ഏത് ജില്ലയിലാണ്? തൃശൂർ. കേരളത്തിലെ വരാൻ പോകുന്ന രണ്ടാമത്തെ തുരങ്കപാതയാണ് ആനക്കാംപൊയിൽ മേപ്പാടി തുരങ്കപാത കേട്ടോ. ആനക്കാംപൊയിൽ മേപ്പാടി തുരങ്കപാതയാണ് രണ്ടാമതായിട്ട് വരാൻ പോകുന്ന തുരങ്കപാത. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യ ബ്രെയിൻ ഹെൽത്ത് ക്ലിനിക്ക് ആരംഭിച്ച സ്ഥലം ഏത്? ഏതാണ്? ബാംഗ്ലൂർ ആണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യ ബ്രെയിൻ ഹെൽത്ത് ക്ലിനിക്ക് ആരംഭിച്ച സ്ഥലം ബാംഗ്ലൂർ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ ഏതാണ് ചന്ദ്രയാൻ 3 മിഷൻ റോവർ? റോവർ ഏതാണ്? പ്രഗ്യാൻ. ചന്ദ്രയാൻ 3യുമായി ബന്ധപ്പെട്ട് മൂന്നാമത്തെ ചോദ്യമാണ് ചോദിക്കുന്നത് താഴെ പറയുന്നതിൽ. അപ്പോൾ 3 എക്സാമിനും ചോദിച്ചിട്ടുണ്ട്. LDയുടെ 3 എക്സാമിനും ചന്ദ്രയാൻ 3യുമായി ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ താഴെ പറയുന്നതിൽ ചന്ദ്രയാൻ 3 മിഷന്റെ റോവർ ഏതാണ്? പ്രഗ്യാൻ. അടുത്ത ക്വസ്റ്റ്യൻ, 2023 അണ്ടർ-17 ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ചത് ഏത് രാജ്യം? ഏത് രാജ്യമാണ്? ഇന്തോനേഷ്യ കേട്ടോ. അപ്പൊ 2023 അണ്ടർ-17 ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഇന്തോനേഷ്യ. ഈ 2023 നടന്ന അണ്ടർ-17 ഫിഫ വേൾഡ് കപ്പ് കിരീടം നേടിയത് ജർമ്മനിയാണ്. കിരീടം നേടിയത് ജർമ്മനി. അതേപോലെ തന്നെ 2023 അണ്ടർ-20 ഫിഫ വേൾഡ് കപ്പ് നടന്നിട്ടുണ്ട്. അത് ആതിഥേയത്വം വഹിച്ച രാജ്യം അർജന്റീന. അണ്ടർ-20 അർജന്റീന. കിരീടം നേടിയത് ഉറുഗ്വേ. അപ്പൊ അണ്ടർ-20 ഫിഫ വേൾഡ് കപ്പ് കിരീടം നേടിയത് ഉറുഗ്വേ ആണ്. ഇനി 2022 ഫിഫ വേൾഡ് കപ്പ് ആതിഥേയത്വം വഹിച്ച രാജ്യം ഖത്തർ. 2022 ഫിഫ വേൾഡ് കപ്പ് ആതിഥേയത്വം വഹിച്ച രാജ്യം ഖത്തറും കിരീടം നേടിയത് അർജന്റീനയുമാണ്. കിരീടം നേടിയത് അർജന്റീന. അടുത്തതായിട്ട് ഫിഫ വനിതാ വേൾഡ് കപ്പ് ആണ്. അത് 2024 നടക്കുന്നുണ്ട്. അത് അണ്ടർ-17 ആതിഥേയത്വം വഹിച്ച രാജ്യം ഡൊമിനിക്കൻ റിപ്പബ്ലിക് ആണ്. അണ്ടർ-17 വനിതാ വേൾഡ് കപ്പ് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. ഇനി 2024 തന്നെ അണ്ടർ-20 വനിതാ വേൾഡ് കപ്പ് നടക്കുന്നുണ്ട്. അത് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം കൊളംബിയയാണ്. ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ 2023 ആതിഥേയത്വം വഹിച്ച രാജ്യം 2023 ഫിഫ വനിതാ വേൾഡ് കപ്പിന് ആതിഥേയത്വം വഹിച്ച രാജ്യങ്ങളാണ് ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്. ഓസ്ട്രേലിയ ന്യൂസിലൻഡുമാണ് 2023 ഫിഫ വനിതാ വേൾഡ് കപ്പ് നടന്നത്. അതിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്. കിരീടം നേടിയത് സ്പെയിൻ ആണ് കേട്ടോ. കിരീടം നേടിയത് സ്പെയിൻ. മലയാള വിഭാഗത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ലഭിച്ചത് പ്രിയ എസിനാണ് കേട്ടോ. പ്രിയ എസ്. ഇപ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് പ്രിയ എസ്. മറ്റു പുരസ്കാരങ്ങൾ ലഭിച്ചത് പരിഭാഷ പുരസ്കാരം ലഭിച്ചത് PK രാധാമണി. ഇപ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമി പരിഭാഷ പുരസ്കാരം ലഭിച്ചത് PK രാധാമണി. കൃതി എന്ന് പറയുന്നത് അമൃതപ്രീതം, അക്ഷരങ്ങളുടെ നിഴൽ. അടുത്തെന്ന് പറയുന്നത് ശാസ്ത്ര സാഹിത്യത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് CK മുരളീധരൻ. ശാസ്ത്ര സാഹിത്യത്തിലുള്ള പുരസ്കാരം CK മുരളീധരൻ. കൃതി ഭാഷാസൂത്രണം പൊരുളും വഴികളും തേടി. ഭാഷാസൂത്രണം പൊരുളും വഴികളും തേടിയാണ് കൃതി എന്ന് പറയുന്നത്. അടുത്തത് ശാസ്ത്ര സാഹിത്യത്തിനുള്ള അടുത്ത പുരസ്കാരം ലഭിച്ചത് സേതുരാമൻ IPS. സേതുരാമൻ IPS ആണ്. കൃതി എന്ന് പറയുന്നത് മലയാളി ഒരു ജനിതക വായന. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ വനിതാ കമ്മീഷൻ 2024 അധ്യക്ഷൻ ആരാണ്? രേഖ ശർമ്മയാണ് 2024 അധ്യക്ഷൻ. അപ്പോൾ ദേശീയ വനിതാ കമ്മീഷൻ 2024 അധ്യക്ഷനാണ് രേഖ ശർമ്മ. ഇത്രയുമാണ് PSC ചോദിച്ചിട്ടുള്ള LDക്ക് ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക.